വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് വില്ലാസാണ്. ഈ ഒരു ഏരിയയിൽ വില്ലാസ് ഇല്ല, ഇല്ലെങ്കിൽ വില്ലാസിന് ഭയങ്കര കോസ്റ്റ് കൂടുതലായിരിക്കും. അത് ഈ കോവിഡിന് ശേഷം പൊതുവെ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് റിയൽ എസ്റ്റേറ്റ് താഴെ പോയി. നമ്മൾ ഉദ്ദേശിച്ച ഒരു വിലയ്ക്ക് കിട്ടുന്നില്ലെങ്കിൽ ആൾക്കാർ പറയും റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആണെന്ന് അന്നേരം തന്നെ പറയും, വിൽപ്പന നടക്കുന്നില്ല. അതായത് ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ന്യൂ ലോഞ്ചസ്. ഇപ്പം മെട്രോയുടെ ഒരു കണക്ടിവിറ്റി ഇപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് എന്നാ വെച്ചാൽ കാസർഗോഡ് നിന്ന് അപ്പം ചുട്ട് തിരുവനന്തപുരത്തോണ്ട് വിൽക്കാന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത്ര ഈസിയാണ് സംഭവങ്ങൾ. നമ്മൾ കഴിഞ്ഞ മാസം ഡേറ്റ ചെക്ക് ചെയ്തപ്പോഴേ ബുക്കിംഗ് വന്നതിനകത്ത് ഒരു 5 നമ്പർ ഡൽഹിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ അത്രയും ഒരു വോളിയം ഡയറക്റ്റ് എന്താ പറയുക NCR region വന്നിട്ടില്ല. അപ്പം ഇപ്പോൾ സാറ് ഡൽഹിയിൽ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു അല്ല NCR റീജിയൻ അല്ലെങ്കിൽ ഡൽഹി റീജിയനിൽ നിന്ന് നമുക്ക് കുറേ മാസങ്ങളായിട്ട് നമ്മുടെ എൻക്വയറി നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല എൻക്വയറീസ് നമുക്ക് ഡൽഹി റീജിയനിൽ നിന്ന് വരുന്നുണ്ട്. ഡൽഹി റീജിയനിൽ നിന്ന് പല മെട്രോസിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൺവേർഷൻ നമുക്ക് കൂടുതൽ നടന്നത് ഈ മാസമാണ്. പക്ഷേ അതിന് മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ടെണ്ണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കൺവേർഷൻ നടന്നതിന് നമുക്ക് നോൺ മലയാളീസ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഡൽഹീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മേജർ റീസൺ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഒരു പൊല്യൂഷനും ട്രാഫിക്കും കാരണം ആൾക്കാർക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് രണ്ടാമതൊരു വീട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ വേണ്ട, അടുത്തൊരു വീട് നമുക്ക് നല്ലൊരു സ്ഥലത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ എടുക്കാം എന്നുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെയൊക്കെ പല കസ്റ്റമറും സംസാരിച്ചപ്പോഴും നമ്മുടെയൊക്കെ പറഞ്ഞൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് അവിടെ ഒരു വീടുണ്ട്, ഡൽഹിയിൽ നിന്ന് അവർക്ക് മാറാൻ താല്പര്യമൊന്നുമില്ല. പക്ഷേ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫോ അല്ലെങ്കിൽ അവർക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ സ്കൂളിങ്ങും അങ്ങനെ പല ഇപ്പം വർക്ക് ഫ്രം ഹോം ഒക്കെ വന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം പലരും അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ലാസ്റ്റ് ആ സൈറ്റ് വിസിറ്റ് ചെയ്ത കസ്റ്റമർ അവരും ശരിക്കും മറ്റേ സെക്കൻഡ് ഹോമാ, ബട്ട് ആ ഒരു സീസണിൽ ആ ഒരു പൊല്യൂഷൻ്റെ ആ ഒരു പീരീഡിൽ മാത്രം ഇവിടെ നിൽക്കുന്നിട്ട് പോകാന്നുള്ള ഒരു രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഈ വർക്ക് ഫ്രം ഓപ്ഷൻ വന്നതോടുകൂടിയേ ഇപ്പം ബാംഗ്ലൂരിലുള്ള പല കസ്റ്റമറും, അതായത് ഈ കോവിഡ് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു മിക്കവാറുള്ള കമ്പനികളെല്ലാം വർക്ക് ഫ്രം ഹോം കൊടുത്തത്. അപ്പം നമ്മൾ ബാംഗ്ലൂർ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുള്ള മലയാളികളെല്ലാം ഇവിടെ വന്ന് വീട്ടിൽ താമസിച്ച് ഇവിടെ ഇരുന്ന് വർക്ക് ഫ്രം ഹോം. അതിപ്പോഴും പലയിടത്തും കണ്ടിന്യൂ ഉണ്ട്, പല കമ്പനികളും അത് തിരിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് താമസിച്ചതിന് ശേഷം ഒന്ന് ട്രാഫിക്, ഇപ്പം ബാംഗ്ലൂരിലെ ട്രാഫിക് അറിയാമല്ലോ. അപ്പം പല ആൾക്കാരും അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ കണ്ടു, നമ്മൾ പറഞ്ഞു ഇനി മേല നമ്മൾ ബാംഗ്ലൂരിൽ വണ്ടിയായിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും സ്ഥിരം അനുഭവിക്കുന്നവർക്കുള്ളൊരു ബുദ്ധിമുട്ട്. അതിനുശേഷം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലെ ട്രാഫിക് ഒന്നുമല്ല അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു. അപ്പം അങ്ങനെയുള്ളൊരു ഇതുകൊണ്ടും കുറേ കസ്റ്റമേഴ്സ് ഇവിടെ ഓപ്റ്റ് ചെയ്തു. അപ്പോൾ അവരൊക്കെ എനിക്ക് തോന്നുന്നത് കുറേ ആൾക്കാർ അങ്ങനെ വന്നിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവർ ഇവിടെ വീട് മേടിച്ചു. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് അവരിപ്പം വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യുന്നു. ഇപ്പോൾ അപ്പാർട്ട്മെന്റ് എനിക്കൊന്ന് ഡിസൈൻ ചെയ്യുന്നതും ഒരു വർക്ക് ഫ്രം ഹോമും കൂടെ മനസ്സിൽ കണ്ടിട്ടാണ്. എക്സ്ട്രാ റൂം, കാര്യങ്ങൾ, സ്റ്റഡി റൂം, ഇതൊക്കെ നമ്മൾ കാക്കനാട് കണ്ടപ്പോൾ സെപ്പറേറ്റ് വർക്ക് സ്പേസ്. പണ്ട് സ്റ്റഡി റൂം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വർക്ക് സ്പേസ് വർക്ക് സ്പേസ് പ്രോജക്റ്റിനകത്ത് വേറെ, വീടിനകത്തല്ല. ക്ലബ് ഹൗസിലൊക്കെ ഒരു വർക്ക് നമ്മൾ കാക്കനാട് മറ്റേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിലൊക്കെ അതാണ് നല്ലൊരു ഇതുണ്ട്. പിന്നെ അതുപോലെ ഈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ കാര്യം കണക്ടിവിറ്റി ഭയങ്കര കുറച്ചുകൂടെ നന്നായി വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു റിംഗ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ബാംഗ്ലൂർ കാര്യം പറയുന്നത് കേരളവും ഫ്യൂച്ചറിൽ ആ ഒരു ഇതിലേക്കൊക്കെ ആവാം. ശരിക്കും ആ ഒരു സ്ട്രെച്ച് പ്രോജക്ട്സും വരുന്നുണ്ട്. ഗ്രീൻഫീൽഡിനെ ചുറ്റിപ്പറ്റി ഇഷ്ടംപോലെ പ്രോജക്ട്സ് വരുന്നുണ്ട്. അതല്ല മറ്റേ ഇപ്പം NH66 വന്നു കഴിയുമ്പോൾ തന്നെ ഉള്ള ചേഞ്ചസ് കണ്ടല്ലോ. ഇപ്പം അതിൻ്റെ വർക്ക് നടക്കുമ്പോൾ തന്നെ ചേഞ്ചസ് നമുക്ക് എന്നാ വെച്ചാൽ കാസർഗോഡ് നിന്ന് അപ്പം ചുട്ട് തിരുവനന്തപുരത്തോണ്ട് വിൽക്കാന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത്ര ഈസിയാണ് സംഭവങ്ങൾ. ഇതിനകത്ത് അപ്പം നമ്മൾ ഈ ഒരു ഇത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നതെന്ന് അറിയോ. ഇപ്പം ഒരു മലയാളി അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് വില്ലാസാണ്. അപ്പം പലർക്കും ഒരു തോന്നൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലാസ് ഇവിടെ ഇല്ല, ഈ ഒരു ഏരിയയിൽ വില്ലാസ് ഇല്ല, ഇല്ലെങ്കിൽ വില്ലാസിന് ഭയങ്കര കോസ്റ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പ്രീമിയം കാറ്റഗറി വില്ലാസ് ഇല്ല എന്നൊരു തോന്നൽ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില്ലാസ് ഔട്ട്സ്കേർട്സിൽ വില്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ഹൈവേകളും ഈ കണക്ടിവിറ്റികളും എല്ലാം വന്നു കഴിയുമ്പോൾ ഔട്ട്സ്കേർട്സിലെ വില്ലാസിൻ്റെ ഒരു റേറ്റും ഒക്കെ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടാനുള്ളൊരു സാധ്യതയും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വരുമ്പോഴത്തേന് ടോട്ടൽ കൊച്ചിയിലെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഇപ്പം നടക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈ ഒരു 3 വർഷത്തേക്ക് നല്ല രീതിയിൽ പോകും. അത് ഈ കോവിഡിന് ശേഷം പൊതുവെ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് റിയൽ എസ്റ്റേറ്റ് താഴെ പോയി.
റിയൽ എസ്റ്റേറ്റിൽ നടക്കുന്നില്ല, കച്ചവടമില്ല, അവിടെ ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കും. എത്ര ആൾക്കാരാണ് സംസാരിക്കുന്നത്. ചില ആൾക്കാർ വന്നിട്ട് നമ്മുടെ ആർഗ്യുമെന്റ് ഇല്ല, അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല നടക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് മനസ്സിലാകുന്നത് നമ്മൾ എത്ര കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നത്, ഒരു മാസം എത്ര കേസ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ശരിക്കും അതെ, റിക്വയർമെന്റ് ഉള്ളവർക്ക് കിട്ടുന്നില്ല സാധനം. അതാണ് റിക്വയർമെന്റ് ഇല്ലാത്തവർ പറയും ഡിമാൻഡ് ഇല്ലെന്നും. അല്ല, നമ്മളിപ്പം നോക്കിയില്ലേ 3 ബെഡ്റൂം നമ്മളേക്ക് ഒരു റേറ്റ് കുറഞ്ഞ് ചോദിച്ചു എത്ര ആൾക്കാരുണ്ട്, അവിടെ കൊടുക്കാൻ സംഭവങ്ങളില്ല. അതാണ് ഒരിത് വരുന്നത്. അത് ഈ ഇൻഡിവിജ്വലായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, ഇപ്പം അവര് ചിലപ്പം ഇപ്പം അഗ്രസീവായിട്ട് അവർ ചെയ്യത്തില്ലായിരിക്കും. അപ്പൊ അങ്ങനെ വേണം നോക്കുന്നവർക്ക് ഈസി ആയിട്ട് നടക്കും. സമയത്ത് നമ്മുടെ ഈ അജിനാറ് ഇപ്പം നടന്നില്ലേ എന്ന് പറയുന്ന പോലെ അവർക്ക് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിൽക്കും. അവർ പതിയെ സ്ലോ ഡൗൺ ചെയ്ത്. അല്ല, അത് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓർക്കുന്നത് ഈ അവർ വീട് വിൽക്കാൻ ആഗ്രഹിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും നമ്മളെ തേടി വരും എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. നമ്മളൊരു പരസ്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. പണ്ടത്തെയൊക്കെ ക്ലാസിഫൈഡ്സിലൊരു പരസ്യമൊക്കെ പോയി കഴിഞ്ഞാൽ അതിനെ നോക്കി ഒരു 10 കോൾ വരും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ആൾക്കാർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ സെർച്ച് ചെയ്യുന്നു, ഇല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്യുന്ന സംഭവങ്ങളെയാണ് അവർ എൻക്വയറി ആയിട്ട് വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും നല്ല പ്രൊഫഷണൽ ചാനൽ പാർട്ണറെ കിട്ടി കഴിയുമ്പോഴത്തേന് അവർ കറക്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. അതൊരു നല്ല ഇതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു നമ്മുടെ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറിൽ കണ്ടതാണ്. ഇവിടെ ഏകദേശം 10 ലക്ഷം വീടുകൾ വിൽക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് എവിടെ എന്നുള്ളത് റിയൽ എസ്റ്റേറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് അറിയത്തില്ല. എവിടെ നിന്നാണ് ഈ കണക്ക് വന്നെന്നുള്ളത് നമുക്കറിയത്തില്ല. ആ ഏജൻസികൾ തന്നെയാണ് വലിയ വീട് എന്ന് പറഞ്ഞ എക്സ്പോ ഇവിടെ ഡിമാൻഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊരു ഭയങ്കര ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും എക്സ്പോയും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷനും അവർക്ക് യൂസ് ചെയ്യുന്നുണ്ട് സെല്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്കൊന്നും വേണ്ട. ഇപ്പൊ ഈ പറഞ്ഞ കേസ് തന്നെ, ഇപ്പൊ 3 BHK റെഡി മൂവിന് എത്ര ഓപ്ഷനുണ്ട് കൊടുക്കാനുള്ള നല്ല ഓപ്ഷൻ. 3 BHK ഡിമാൻഡ് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഹൈ ആണ്. 2 ബെഡ്റൂം മേടിക്കണമെന്ന് പറഞ്ഞു വരുന്ന കസ്റ്റമർ തന്നെ 3 ബെഡ്റൂം കണ്ടു കഴിയുമ്പോൾ 3 ബെഡ്റൂമിലേക്കാണ് മാറുന്നത്. ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്കും 3 ബെഡ്റൂമിനാണെന്ന് കുറച്ചുകൂടി ഇപ്പൊ എൻക്വയറി കൂടുന്നത് അല്ലേ, കമ്പാരിറ്റീവ്ലി. ഏത് പ്രോജക്റ്റ് നോക്കിയാലും 3 ബെഡ്റൂം അല്ലേ ഫസ്റ്റ് വിറ്റ് പോകുന്നത്. അതിന് ശേഷമാണല്ലോ പിന്നെ 2 വരുന്നത്. പിന്നെ അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ നോക്കുന്നവർ, അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ വന്നിട്ട് പെട്ടെന്ന് ഒരു ബിസിനസ്സോ കാര്യത്തിനൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഹോട്ടലിലൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരാണ് 1 ബെഡ്റൂമിലേക്ക്. 1 ബെഡ്റൂമിന്റെ ഡിമാൻഡും ഹൈ ആണ്. നമ്മൾ അടുത്തിടയ്ക്ക് ഓർക്കുന്നില്ല, നമ്മൾ ഒരെണ്ണത്തിനകത്ത് 33 1 ബെഡ്റൂം നമ്മൾ 2 മാസം കൊണ്ടാണ് നമ്മൾ സെയിൽ ചെയ്തത്. അഡീഷണൽ നിൽക്കുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ അല്ല, ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ 3 BHK ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്. നമ്മൾ പലരോടും പറഞ്ഞ് 2 ആക്കിയിട്ടുണ്ട്. കാരണം ഡിമാൻഡ് 2 ഉള്ളൂ അവർക്ക് ആക്ച്വലി. പക്ഷെ 3 വേണമെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ കുറച്ചുകൂടെ ചിന്തിച്ചിട്ട് ഇനി പിന്നീട് ആവശ്യം വന്നാലും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ സമയം അപ്ഗ്രേഡ് ചെയ്യുവോ എന്നുള്ളത് ചെയ്യാം. പക്ഷെ റെന്റലിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നേരെ തിരിച്ചാ. റെന്റൽ 2 ബെഡ്റൂമിനാണ് ഡിമാൻഡ്. അതൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ 2 ബെസ്റ്റ്. കാരണം അവർ ആ മുടക്കുന്ന എമൗണ്ടിന് അവർക്ക് നല്ലൊരു റിട്ടേൺ 2 നിന്നാണ് കിട്ടുന്നത്. ഏകദേശം 3യുടെ അടുത്തുള്ള ഒരു റെന്റൽ റിട്ടേൺ 3 കിട്ടുന്നത്. വലിയ ഡിഫറൻസ് വരുന്നില്ല. 5,000-6,000 ഡിഫറൻസ് ഉണ്ട് 2 and 3 ബെഡ്റൂം തമ്മിൽ. പക്ഷേ 20% ഇൻക്രീസ്. കഴിഞ്ഞ ദിവസം ഞാൻ ആലും കൂടെ നമ്മുടെ ഒരു ഈ റെന്റൽ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരുമായിട്ടൊരു ജസ്റ്റ് ഒരു കണക്ടിവിറ്റി ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്തൊരു 4-5 പേര് റെന്റൽ ഇവിടെ അഗ്രസീവായിട്ട് റെന്റൽ, അതായത് വർഷങ്ങളായിട്ട് റെന്റൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് കുറച്ച് റെന്റൽ റിക്വയർമെൻറ്റ് വന്നല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളന്ന് പോയി കണ്ടായിരുന്നു. പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അവരും പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെന്റലിന് കൊടുക്കാൻ വീടില്ല. അതായത് ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടുകളുണ്ട്, അൺഫർണിഷ്ഡ് ആയിട്ടുള്ളതുണ്ട്. എങ്ങനെ വന്നു കഴിഞ്ഞാലും റെന്റൽ കൊടുക്കാൻ വീടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പൊക്കെ 15,000 രൂപയ്ക്കൊക്കെ 2 ബെഡ്റൂം കിട്ടുന്നത് ഇപ്പോൾ 22-ഉം 25-ഉം മേളിലേക്ക്. അത് പഴയ വീടുകൾ. തമാശ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊരിക്കും ഇവർ കൊള്ളാം, ഇവർ ഇല്ല എന്ന് നടത്തുന്നു. അവരൊരിക്കും ഞങ്ങളുടെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യാൻ, നെറ്റ്വർക്കിന്റെ വെബ്സൈറ്റ് ഉണ്ട്, ഡയറക്റ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതിനുള്ള ലിങ്ക് നമ്മൾ താഴെ ഇതിൽ കൊടുത്തേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മൾ ത്രൂ ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്യും. പിന്നെ ഇത് വിൽക്കേണ്ട കേസുകളും ആർക്കെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബെഡ്റൂമോ അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യണം. നമുക്ക് ആ ഒരു ഇതിലും അവർക്ക് ഹെൽപ്പ് ചെയ്യാം. അവർക്ക് വേറൊരു പുതിയ വീട് മേടിക്കണം, അല്ലെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ബെഡ്റൂമിൽ നിന്ന് 3 ബെഡ്റൂമിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം, ഇല്ല ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് മാറണം. അങ്ങനെയുള്ളവരെ നമുക്ക് അവരുടെ എക്സ്ചേഞ്ച് എന്നുള്ള ഓപ്ഷനിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്തോണ്ടിരിക്കുക. നമുക്കിപ്പോൾ ഇവരെ അറിയിക്കാം എന്നുള്ളതാണ് ഏതായാലും വന്നപ്പോഴത്തേന്. റിയൽ എസ്റ്റേറ്റിൻ്റെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സ്ഥലം മേടിച്ചതിന് ശേഷം മാർക്കറ്റ്, ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു സ്ഥലം പാലായിലുണ്ട്, ചേർപ്പുങ്കിൽ.
അപ്പോൾ അവിടെ ഞാൻ മേടിച്ചപ്പോഴത്തേന് അത് ഏകദേശം ഒരു 50 ലക്ഷം രൂപയ്ക്കാണ് മേടിച്ചത്. മേടിച്ചതിന് ശേഷം അതിൻ്റെ മറ്റേ മെഡിസിറ്റി ഒക്കെ വന്നതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഏരിയയിൽ ഒന്ന് വില കൂടി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ മാർക്കറ്റ് വാല്യൂ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു അവിടെ 70 ലക്ഷം രൂപയ്ക്ക് വരെ ആ ഒരു സ്ഥലം പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ 70. അപ്പം എനിക്കതൊന്ന് വിൽക്കണമെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ എനിക്ക് 60-65 എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഫീലിംഗ് എന്ന് വെച്ചാൽ വില കുറവാണല്ലോ, എനിക്ക് നഷ്ടമാണല്ലോ. പക്ഷേ എനിക്ക് നഷ്ടമല്ല, ഞാൻ മേടിച്ചതിനേക്കാളും എനിക്ക് 15 ലക്ഷം 20 ലക്ഷം രൂപ കൂടുതൽ കിട്ടുവാണ്. പക്ഷേ എനിക്ക് എൻ്റെ ചിന്ത എന്നാ വെച്ചാൽ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതിനേക്കാളും കുറഞ്ഞു പോയല്ലോ എന്നാണ്. അങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. പിന്നെ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് അയ്യോ അത് റേറ്റ് കുറവാണല്ലോ എന്ന്. റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു വിലയ്ക്ക് കിട്ടുന്നില്ലെങ്കിൽ ആൾക്കാർ പറയും റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആണെന്ന് അന്നേരം തന്നെ പറയും, വിൽപ്പന നടക്കുന്നില്ല. പിന്നെ അവർ വിൽക്കാനുള്ള മെത്തേഡ്സ് യൂട്ടിലൈസ് ചെയ്യുന്നില്ലോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഡീറ്റെയിൽ ആണല്ലോ ഏറ്റവും കൂടുതൽ. നമുക്കൊരു വീട് വിൽക്കുക, ഇല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷണൽ ചാനൽ പാർട്ട്ണറെ കണ്ടുപിടിക്കുക. ഇപ്പം നമ്മുടെ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കസ്റ്റമേഴ്സ് റെഡി ആയിട്ട് നിൽപ്പുണ്ട്, നമുക്ക് ഇവരെ കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് വിൽക്കാനുള്ളവർക്കും ഈസിയായി മേടിക്കാനുള്ളവർക്കും നല്ല പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. കൊച്ചി ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് പലർക്കും തേടി പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് തന്നെ, നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പം ബയറിനെ ആണെങ്കിലും ശരി സെല്ലറെ ആണെങ്കിലും ശരി നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന്റെ കൂടെ വേറെ പോയിന്റ് കൂടെ ഉണ്ട്. നമുക്ക് ജോയിന്റ് വെഞ്ചർ പ്രോഡക്ട്സ് നമുക്ക് ഇഷ്ടമുള്ള റിക്വയർമെന്റ് ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ അല്ല, ഡിമാൻഡ് ഇല്ല എന്ന് പറയുന്ന ഒരു ആൻസർ ആണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും ബിൽഡേഴ്സ് ഇത്രയും ജോയിന്റ് വെഞ്ചർ പ്രോജക്റ്റുകൾ ഇവിടെ ചെക്ക് ചെയ്യില്ല. ഇപ്പൊ എത്ര ബിൽഡേഴ്സ് ആണ് ഇപ്പൊ ലോഞ്ച് വരുന്നത്? ന്യൂ ലോഞ്ചസ് ഇപ്പൊ എത്ര ന്യൂ ലോഞ്ചസ് ആണ് ഇപ്പം അതായത് ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ന്യൂ ലോഞ്ചസ്. ഇപ്പം തൃപ്പൂണിത്തുറ സൈഡിൽ ന്യൂ ലോഞ്ച് ആയിട്ടുള്ളതുണ്ട്, അതേപോലെ തന്നെ നിയറിംഗ് കംപ്ലീഷൻ ഉണ്ട്. അതൊക്കെ റേറ്റ് നല്ല ഒരു ഡിഫറൻസിലാണ് റേറ്റ് കിട്ടുന്നത്. എല്ലാ മെട്രോ സ്റ്റേഷനിലും ഓരോ പ്രോജക്റ്റ് ഓരോ മെട്രോ സ്റ്റേഷനിലും ഓരോ പ്രോജക്റ്റ് ഉണ്ട്. ശരി, ആ ഒരു ബെൽറ്റിൽ എല്ലാ എല്ലായിടത്തും ഉണ്ട്. അല്ല, അതാ പറഞ്ഞു മെട്രോയുടെ ഒരു കണക്ടിവിറ്റി ഇപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഇവിടുത്തെ ഒരു ലുലു മോൾ വന്നതിന് ശേഷമാണല്ലോ ഇടപ്പള്ളിക്കുണ്ടായ ഒരു വ്യത്യാസം. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ മോളിനെ ബേസ് ചെയ്തിട്ടുള്ള അവിടുത്തെ ഏരിയയുടെ ഒരു ഡെവലപ്മെന്റ്. നേരത്തെ എം ജി റോഡ് ആയിരുന്നു ഒരു ഷോപ്പിംഗ് ഹബ്ബായിട്ടിരുന്ന ഒരു സംഭവം. ഇടപ്പള്ളിയിലേക്ക് മാറിയതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഷോപ്പിംഗ് സംഭവം വന്നതിന് ശേഷമാണ് എല്ലാവരും വരുന്നത്. ലുലു മോളിലേക്ക് പോയതിന് ശേഷം അതിനോട് നിയർ ബൈ ഉള്ള ഏരിയയിലെ ഡെവലപ്മെന്റ് ആയി. ഇപ്പം അവിടെ ബിസിനസ് കൂടി. അതിനുശേഷം ഇവിടുത്തെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു റേറ്റിൻ്റെ ഒരു ഇൻക്രീസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ അടുത്ത സ്ഥലങ്ങളിൽ. ഇപ്പം കാക്കനാട് സൈഡിലാണെങ്കിൽ അടുത്ത് ഇപ്പോൾ ഒരു മാള അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിയുമ്പോഴത്തേന് അവിടുത്തെ ആ പ്രൊഡക്റ്റിൻ്റെ ഉണ്ടാകുന്ന ഒരു അപ്രീസിയേഷൻ. അപ്പം പ്രീ ലോഞ്ചിൻ്റെ ഞാൻ പറഞ്ഞത് മെട്രോയുടെ ഉദ്ദേശിച്ച് പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തൃപ്പൂണിത്തുറ സൈഡിൽ നിന്ന് ഡയറക്റ്റ് മെട്രോയിൽ കയറി ലുലു മോളിലേക്ക് പോകും. വണ്ടിയായിട്ടൊന്നും വരണ്ട, പാർക്കിങ്ങിൻ്റെ പ്രശ്നമില്ല, താഴെ പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ വരുന്നു, ലുലു മോളിലേക്ക് നേരെ ഇറങ്ങുന്നു, ഷോപ്പ് ചെയ്യുന്നു, പോകുന്നു. അങ്ങനത്തെ ഒരു ഓപ്ഷൻ. വേറെ കാര്യം കൂടി ഉണ്ട്. നമ്മൾ അപ്രിസിയേഷൻ നോക്കുമ്പം ഒരുവിധം എല്ലാ ഇപ്പം എടപ്പള്ളി നോക്കി എടപ്പള്ളി അല്ലെങ്കിൽ ഇനി വരാൻ പോണ എവിടെയാണെങ്കിലും ഒരു 10 years കൊണ്ട് ഡബിൾ ആവുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് വാല്യൂ. അല്ല, നമുക്ക് പ്രൊജക്ടിന്റെ പേര് തന്നെ പറയാം. നമ്മൾ പ്രോവിഡന്റ് പ്രൊജക്ട് നമ്മൾ 73 ലക്ഷം ബേസിക്ക് വിറ്റ സാധനം ഇപ്പം 96 lakhs 99 lakhs എത്രയാ 1.5 വർഷം കൊണ്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഡെവലപ്മെന്റ് ആ ഒരു പ്രോജക്റ്റ് എക്സാമ്പിൾ ആണ്. 20 യൂണിറ്റേ ഉള്ളൂ. എൻ്റെ ഒരു കസ്റ്റമർ വന്നിട്ട് എൻ്റെക്കിലേ അത് പുള്ളിയും കുറേ വർഷങ്ങളായിട്ട് വെളിയിലായിരുന്നു, യൂസിൽ ആയിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെക്ക് പുള്ളിയുടെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കെയർ ഇറ ഉള്ള പ്രോജക്റ്റുകൾ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെക്ക് വന്നു ചോദിച്ചപ്പോൾ കീറ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് സംഭവമല്ലാന്ന് മനസ്സിലാകുന്നില്ല. അപ്പം ഞാനിത് അത്ഭുതപ്പെട്ട് പോയി, കീറ ഉണ്ടോ? അപ്പം ഞാൻ അവിടെ യൂസിലൊക്കെ ഉള്ള എന്തെങ്കിലും സംഭവമായിരിക്കും കീറ എന്ന് പറഞ്ഞൊരു സംഭവം എന്നൊക്കെ ഓർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പുള്ളി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കീറ ഇല്ലെങ്കിൽ ഞാൻ എടുക്കായിരുന്നു. അപ്പോഴത്തേന് ഞാൻ എങ്ങനെ പറഞ്ഞു, അപ്പോൾ കീറ എന്നാന്ന് പുള്ളിയോട് ചോദിക്കാൻ എനിക്കും ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ പറയാൻ ചെയ്തു, ഞാൻ 10-27 വർഷമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലുമാണ്. ഇനിയിപ്പോൾ കീറ എന്നാന്ന് അറിയത്തില്ലെങ്കിൽ ഇനി പുള്ളി നമുക്കിട്ട് കീറിയാൽ അതിലേക്കാളും കുറച്ചിലാവും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനാണ് പുള്ളി ഇങ്ങനെ എഴുതി കാണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് കീറ അല്ല, ഇത് ഇറയാണ്, കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ എഴുതിക്കൊണ്ട് അവിടെ നിന്ന് വന്ന് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇത് വായിച്ചപ്പം കീറാന്നാണ് ഞാൻ വായിച്ചത്, അതൊക്കെ പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞു. ഇപ്പം നമ്മൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ തൈക്കുടത്തുള്ള പ്രോജക്റ്റ് പേട്ട
ദുബായിലുള്ള പ്രോജക്റ്റ് കണ്ടില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 10 വിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് തന്നെ 400 രൂപയുടെ വ്യത്യാസം വന്നു പ്രൈസ്. അപ്രീസിയേഷൻ അവിടെ നടക്കുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് കുറെ കാര്യങ്ങൾ അറിയാം, ഇങ്ങനെ ആയിരിക്കും ഫ്യൂച്ചർ, ഇങ്ങനെ ആയിരിക്കും പോവുക, അതിനകത്ത് അപ്രീസിയേഷൻ ഉണ്ടാകാൻ പോകുന്ന ലൊക്കേഷൻ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അവരൊക്കെ ഇമീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നുണ്ട്, അവരെടുത്തെടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ അല്ലാത്തൊരു കാറ്റഗറി ഉണ്ട്, അവരിങ്ങനെ തിങ്ക് ചെയ്തോണ്ടിരിക്കുക, അത് ശരിയാണോ, റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണോ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ആണ് ഒരുപാട്. അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം 10 വർഷമായിട്ട് ഇതുവരെ എടുക്കാത്ത വ്യക്തികളും ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഒരു 3-4-5 എടുത്ത് മറിച്ചിട്ട്, അതായത് ലോണിലെടുത്ത ആൾക്കാർ ഇനിഷ്യൽ ലോൺ എടുത്തു, 4-5 പ്രാവശ്യം അവർ ഇത് വിറ്റ് മാറി കഴിഞ്ഞപ്പോൾ ഇപ്പം ലോണില്ലാതെ സ്വന്തം വീടാക്കിയിരിക്കുന്ന ആൾക്കാരുമുണ്ട്. അതിനകത്തുനിന്ന് പല ആൾക്കാരും ഷാളോ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ പ്രീ ലോഞ്ചിൽ പ്രോജക്റ്റ് എടുക്കുന്നു, ലോഞ്ച് ആയി കഴിയുമ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേന് ചെറിയൊരു പ്രോഫിറ്റ് വിൽക്കുന്നു. കുറേ ആൾക്കാർ അതൊരു 1 വർഷം അല്ലെ 2 വർഷം കണ്ടിന്യൂ ചെയ്തിട്ട് നല്ലൊരു പ്രോഫിറ്റ് വിൽക്കുന്നു. അങ്ങനെ ഒരു കാറ്റഗറി തന്നെ എനിക്കൊരു കസ്റ്റമർ ഉണ്ട്, പ്രീ ലോഞ്ച് ഡൗട്ടാണ്, അതായത് പ്രീ ലോഞ്ച് വരുമോ ഡൗട്ട് അടിച്ച് നിന്നിട്ട് പണി തുടങ്ങി കഴിഞ്ഞിട്ട് 6 ലക്ഷം രൂപ കൂടുതൽ കൊടുത്ത് പുള്ളി മേടിച്ചിട്ടുണ്ട് വെറുതെ. അതായത് 6 ലക്ഷം രൂപ കുറച്ച് കിട്ടുന്ന സാധനം 6 ലക്ഷം രൂപ കൂട്ടി മേടിച്ചു. അല്ല, ഇപ്പം റീസെന്റ് അന്ന് വന്ന പഴയ എൻക്വയറി എന്നല്ലേ പുതിയ ആൾക്കാർ വന്നിട്ട് വിളിച്ചെടുത്ത 20 ലക്ഷം രൂപയ്ക്ക് വരെ ആൾക്കാർ മാറി എടുത്തിട്ടില്ലേ? അല്ല, അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഒരു സപ്പോർട്ട് നല്ലതായിട്ട് കിട്ടും. നമുക്ക് അന്ന് പറഞ്ഞു കൊടുക്കാൻ പുള്ളി കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ പണ്ടത്തെ ഒരു സമയത്തിന്റെ ഒരു ഡിഫറൻസ് എന്നാണെന്നറിയോ, ഈ റെറ ഇല്ലാത്തത് കൊണ്ട് ഇപ്പം പല പ്രോജക്റ്റുകളും സ്റ്റാർട്ട് ചെയ്യും, നിന്ന് പോവും, അല്ലെങ്കിൽ അവർ ഫണ്ട് ഡൈവേർഷൻ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു പേടിയുണ്ട്, നമ്മുടെ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ പല പ്രോജക്റ്റുകളും നടന്നിട്ടില്ല. അപ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ഒരു ഭയം ഉണ്ടായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ പ്രോജക്റ്റിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കൺസ്ട്രക്ഷൻ നടന്നില്ലെങ്കിൽ, ഇവർ ഫണ്ട് ഡൈവേർട്ട് ചെയ്തെങ്കിൽ എവിടെ പോകും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർ കൂടുതൽ ധൈര്യമായിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡോക്യുമെന്റേഷൻ പോലും നോക്കേണ്ട ആവശ്യമില്ല. റെറ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം കിട്ടും. അല്ല, ഞാൻ പറഞ്ഞു റെറ എത്ര ലെവൽ ഓഫ് ഇത് നോക്കിയിട്ടാണ് ഒരു ചാനൽ പാർട്ണറിന് തന്നെ അവർ അപ്രൂവൽ തരുന്നത്, നമ്പർ തരുന്നത്. അപ്പം ഒരു പ്രൊജക്ടിന്റെ കാര്യത്തിൽ എത്ര ഇതായിരിക്കും. അപ്പം അങ്ങനെ എടുക്കുന്ന ഒരു പ്രോജക്റ്റിൽ കസ്റ്റമറിന് അതിപ്പം ആൾക്കാർക്ക് മനസ്സിലായി റെറ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ അടുത്ത ക്വസ്റ്റ്യൻസ്, പണ്ടത്തെ പോലെ നമുക്ക് അത്രയും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതിന്റെ എന്താ പേപ്പർ എന്താണ് ഒന്നും ചോദിക്കുന്നത്. കാരണം ഫണ്ട് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. പണ്ട് ഈ ഫണ്ട് എടുത്തിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് ലാൻഡ് മേടിക്കുമായിരുന്നു. ഇപ്പൊ എന്നാ വെച്ചാൽ ആ ഫണ്ടിന്റെ 70% അവിടെ കൺസ്ട്രക്ഷൻ വേണ്ടി തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അത് മേടിക്കുന്ന മെറ്റീരിയലിന് വേണ്ടി അങ്ങനെ മാത്രമേ ആ പൈസ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ബിൽഡറിനെ സംബന്ധിച്ച് ലാഭം. കാരണം മെറ്റീരിയൽസിൻ്റെ ഒക്കെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് ലോ കോസ്റ്റിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കോസ്റ്റിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് അവർക്ക് ബെറ്റർ. കാരണം ഇന്നത്തെ കോസ്റ്റ് ആയിരിക്കുമല്ലോ സിമെന്റിന്റെ നാളെ വരുന്നത്. അപ്പൊ ഡെയിലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് ലേബർ എനിക്ക് ഒരു ഇത് തോന്നുന്നത്, പണ്ട് നമ്മുടെ ഇവിടെ ലേബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ. ഇപ്പം നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും ഇല്ല, മലയാളികളായിട്ടുള്ളവരും ഇല്ല. ഇപ്പം നമുക്ക് നമ്മുടെ വെസ്റ്റ് സൈഡിൽ നിന്നും പിന്നെ ഈസ്റ്റിൽ നിന്നൊക്കെ അല്ലേ വരുന്നത്. അപ്പം ഇനി എത്ര കാലം അതുണ്ടാവും? അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ലേബർ എന്നുള്ളത് ഭയങ്കര കോസ്റ്റ്ലി ആയി പോകും. അല്ല, ഹെവി റേറ്റ് ആയി. ഞാൻ പറഞ്ഞു കുറച്ച് കാലം കഴിയുമ്പോൾ ആളില്ല. പല ലേബർ കോൺട്രാക്ടേഴ്സും അവരുടെ പണി നിർത്തി. കാരണം അവർക്ക് കിട്ടുന്നില്ല. ഒന്ന് റൂൾസിനകത്ത് വന്നൊരു ഡിഫറൻസ്, പിന്നെ പ്ലസ് അവർക്ക് ആളെ കിട്ടുന്നില്ല. ഒരു ദീപാവലിയൊക്കെ ആയി കഴിയുമ്പോഴത്തേന് ഇവര് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ദീപാവലിയൊക്കെ നോക്കി കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ സ്ലോ ആ, ആള് കുറവാ. അപ്പൊ അങ്ങനത്തെ ഇതുണ്ട്. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഫാസ്റ്റ് ആണ് കൺസ്ട്രക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഫാസ്റ്റ് ആണ്. പിന്നെ ഇപ്പം പുതിയ ടെക്നോളജി, ഇപ്പം ശോഭ പോലത്തെ പ്രോജക്റ്റുകൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ്റെ മെത്തേഡ് മാറി കഴിഞ്ഞപ്പോഴത്തേന് ലേബേഴ്സിന്റെ അളവ് കുറഞ്ഞു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് പുതിയ ടെക്നോളജി അനുസരിച്ച് മാറ്റങ്ങൾ വരും. Net Worth Prop, Total Real Estate Solution.